അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ 33 ദിവസത്തെ യാത്രയുടെ 4-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മാഷാ അല്ലാഹ്, ഇന്നലെ ഒരുപാട് ആൾക്കാർ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ സംശയങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ നിർത്തിയത് എവിടുന്നാന്ന് ഓർമ്മ ഉണ്ടോ? തകർത്തും പോയ നമ്മളെ പൂജ്യത്തിൽ നിന്ന് വീണ്ടും കെട്ടിപ്പടുക്കാൻ കഴിവുള്ള അള്ളാഹുവിൻ്റെ ആ ഒരു വലിയൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ശക്തിയെക്കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്, അല്ലേ? അതും വെറും വാക്കല്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ അനുഭവിക്കാൻ പോകുന്ന വലിയൊരു സത്യമാണ്. ഞാനൊരു കഥ പറയാം. പണ്ട് ഒരു നാട്ടില് ഒരു ഉമ്മ ഉണ്ടായിരുന്നു. അവർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഭരണി ഉണ്ടായിരുന്നു. പഴയതാണ്, പക്ഷെ അവർക്കത് ജീവനായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും അറിയാതെ അത് കയ്യിൽ നിന്ന് തറയിൽ വീണ് 100 കഷ്ണങ്ങളായി ചിതറിപ്പോയി. ആ ഉമ്മ കരയാൻ തുടങ്ങി. അയ്യോ, ഇനി ഒന്നിനും കൊള്ളില്ലല്ലോ, എല്ലാം തീർന്നല്ലോ, ഇതൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ആ വഴി ഒരു ശില്പി പോവാണ്. ആ ശില്പി ഈ ഒരു കരച്ചിൽ കേട്ടിട്ട് അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ആ കഷ്ണങ്ങളൊക്കെ പെറുക്കിയെടുത്തിട്ട് ഉമ്മയോട് പറയാണ്, കരയണുമ്മ, ഇതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന് ഞാൻ തരാമെന്ന്. അപ്പൊ ഉമ്മക്ക് ഭയങ്കര സന്തോഷമായി. ഉമ്മ കരച്ചിലൊക്കെ നിർത്തി. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ആ കഷ്ണങ്ങളൊക്കെ ഒരുക്കി പുതിയൊരു രൂപം ഉണ്ടാക്കി അതിനേക്കാൾ തിളക്കമുള്ള ഒരു പാത്രമാക്കി മാറ്റി. സഹോദരന്മാരെ, നമ്മുടെ ജീവിതം ഇതുപോലെയാണ്, അല്ലേ? ചിലപ്പോൾ ഒരു ബിസിനസ് തകർച്ചയാവാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ കൈവിട്ടതാകാം, അതും അല്ലെങ്കിൽ രോഗം വന്ന് തളർന്നതാവാം. ആ ഒരു സമയത്ത് ഇനി എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, ഞാനൊന്നിനും കൊള്ളില്ല, ഈ ഒരു തരത്തിൽ നമ്മൾ സ്വയം വിധി എഴുതുമ്പോൾ നമ്മളെ പഠിച്ച തമ്പുരാന് നമ്മളോട് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 3 കാര്യങ്ങളാണ്. അൽ ജബ്ബാർ, എല്ലാം പരിഹരിക്കുന്നവൻ, പരമാധികാരി, തകർന്നതിനെ ഒട്ടിക്കുന്നവൻ, ഇങ്ങനെയൊക്കെ മീനിങ് വരുന്നുണ്ട്. ആ പാത്രത്തിന്റെ കഷ്ണങ്ങൾ ഒട്ടിച്ചേർത്ത ശില്പിയാണ് അൽ ജബ്ബാർ. നമ്മുടെ ഹൃദയത്തിന്റെ വിള്ളലുകളൊക്കെ മാറ്റുന്നവൻ അൽ ജബ്ബാർ. അൽ ജബ്ബാർ കൊണ്ട് നമുക്ക് എന്താണ്? ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നുള്ള രക്ഷയും അതേപോലെ മനസ്സിലെ അനാവശ്യമായ അഹങ്കാരത്തിൽ നിന്നുള്ള മോചനവുമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ നാമം പതിവാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആ ഒരു രക്ഷയാണ്. അതേപോലെ നമ്മൾ നിസ്കരിക്കുമ്പോൾ 2 സുജൂദിനിടയിൽ വജ്ബുർനി അങ്ങനെ പറയുന്നില്ലേ? പടച്ചവനെ, എൻ്റെ തകർച്ച നീ പരിഹരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രാർത്ഥന ഈ ഒരു ബോധ്യത്തോടെ ആവണം. ജീവിതത്തിലെ ഏത് വലിയ കുറവുകൾക്കും അന്തിമ പരിഹാരം നൽകുന്നവന് അള്ളാഹു മാത്രമാണ്. അൽ ജബ്ബാർ എന്നുള്ളത് 206 തവണ പതിവാക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാനും അതേപോലെ സംരക്ഷണം ലഭിക്കാനും വലിയൊരു കാരണമാണ്. എന്താണ് ഇസ്മ? അൽ ജബ്ബാർ. അപ്പോ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഇസ്മായ അൽ മുതക്കബ്ബിർ, മഹത്വമുള്ളവൻ, അത്യുന്നതൻ. നമ്മളിപ്പോ നേരത്തെ ആ ഒരു ശില്പി പാത്രം പണിതപ്പോ ഇപ്പൊ സാധാരണ ആരായാലും നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്ന് ഉയർത്തി കാണിക്കും, അല്ലേ? പാത്രം പണിത് കഴിഞ്ഞാൽ ആ ശില്പി ഉയർത്തിപ്പിടിച്ച അതുപോലെ നമ്മെ ഉയർത്തുന്നവനാണ് മുത്തക്കബ്ബിർ, അൽ മുത്തക്കബ്ബിർ. ലോകം നമ്മൾ എത്ര താഴ്ത്തിക്കെട്ടാൻ നോക്കിയാലും ഇവനൊന്നിനും കൊള്ളില്ല, ഇവളൊന്നിനും കൊള്ളില്ല അങ്ങനൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിച്ചാലും യഥാർത്ഥ വലിയവൻ ആരാണ്? നമ്മളെ പഠിച്ച റബ്ബാണല്ലേ, അള്ളാഹു ആണ്. അവന്റെ മുന്നിൽ എളിമപ്പെടുന്നവനെ അവന് ലോകത്തിന് മുന്നിൽ പ്രതാപിയാക്കി മാറ്റും. അതേപോലെ അൽ മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞ ഇസ്മ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിന് മുമ്പ് ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ സ്വാലിഹായ ആൺമക്കളെ ലഭിക്കാൻ കാരണമാകുമെന്ന് പറയപ്പെടുന്നുണ്ട്.
മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മൂന്നാമത് പഠിക്കുന്ന ഇസ്മ അൽ ഖാലിഖ്, യഥാർത്ഥ സൃഷ്ടാവ്. നേരത്തെ പറഞ്ഞതുപോലെ പൂജ്യത്തിൽ നിന്ന് പണിയുന്നവൻ. അതായത് ആ ഒരു പഴയ പാത്രം നേരത്തെ ഉടഞ്ഞല്ലേ, ആ പാത്രം ഒട്ടിക്കാൻ പറ്റാത്ത വിധം പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ ആ പൊടിയിൽ നിന്ന് നമുക്ക് പുതിയ ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ് ആര്? ആ ഒരു ശില്പിക്ക് കഴിവുണ്ട്. അതിനേക്കാൾ കഴിവുള്ളവനാണ് അൽ ഖാലിഖായ നമ്മളെ സൃഷ്ടാവ് അല്ലേ? നമ്മളെ സൃഷ്ടിച്ച നമ്മളെ സൃഷ്ടാവിന് എന്താ കഴിയാത്തത്? ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ സംരക്ഷണത്തിന് ഈ ഒരു നാമം വലിയൊരു ഔഷധമാണ്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് യാ ഖാലിഖ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മ നമ്മൾ അധികരിപ്പിക്കുക. അതേപോലെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ, പലർക്കും പലതും നഷ്ടമായിട്ടുണ്ടാവും അല്ലേ? അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് 5000 തവണ ഈ ഒരു നാമം ചൊല്ലുന്നത് ഫലം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വേറെയും ചില ഇസ്മകളുണ്ട്, നമ്മൾ കളഞ്ഞു പോയ സംഭവം തിരിച്ചു കിട്ടാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാനത് പറയാം. അതേപോലെ രാത്രിയുടെ അന്ത്യത്തിൽ ഈ ഒരു നാമം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, അൽ ഖാലിഖ് ഈ ഒരു നാമം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ആത്മാവും പ്രകാശിക്കും. നമുക്കില്ലാത്ത വഴികളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരാൻ അവന് കഴിയുമല്ലേ? നമ്മൾ എന്തിനാ ടെൻഷനാവുന്നത്? ഒരു കാര്യത്തിനും ഒന്നിനും നമ്മൾ ടെൻഷനാവേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യവും നമുക്ക് റബ്ബിനെ ഏൽപ്പിക്കാം അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൂജ്യത്തിലാണല്ലോ നിൽക്കുന്നത് എന്ന് കരുതി വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം പൂജ്യത്തിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവനാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഇന്ന് നിങ്ങൾ കണ്ണടച്ച് ആ ഒരു ശില്പിയെ, ആരാണ് നമ്മളെ ശില്പി? നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവല്ലേ? നമ്മുടെ റബ്ബിനെ സങ്കല്പിക്കുക. തകർന്നു പോയ നമ്മുടെ ജീവിതത്തെ അവന് സ്നേഹത്തോടെ കൂട്ടിയണക്കുന്നത് ഒന്ന് അനുഭവിച്ച് നോക്കുക. നമുക്ക് ഇപ്പം എന്താണോ ആഗ്രഹം അത് നമ്മൾ മനസ്സിൽ കാണാം. ഇനിയൊന്നിനും കഴിയില്ലല്ലോ, ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയില്ലേ, ഇനിയൊന്നിനും പറ്റില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ സങ്കല്പിക്കുക. ഖാലിഖായ റബ്ബ് അത് നടത്തി തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ തകർന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾ കരുതുന്ന ആ ഒരു കാര്യം നിങ്ങൾ ഡയറിയിൽ എഴുതി വെക്കുക. എന്നിട്ട് അതിന് താഴെ യാ ജബ്ബാർ, എൻ്റെ തകർച്ച നീ പരിഹരിക്കണേ, യാ ഖാലിഖ്, ഇതിൽ പുതിയൊരു വഴി കാണിച്ചു തരണേ. ഈ 2 ഇസ്മും എഴുതി വെക്കുക. വിശ്വാസത്തോടെ എഴുതി വെക്കണം കേട്ടോ. ഞാനൊരു ടാസ്ക് തന്നെന്ന് വെച്ചിട്ട് ടാസ്കിന്റെ ഭാഗമായിട്ട് എഴുതുന്നതിന് പകരം നമ്മൾ മനസ്സറിഞ്ഞ് നമുക്കത് ലഭിക്കുന്നതായിട്ട് നമ്മൾ എഴുതി വെക്കുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ റബ്ബ് നിങ്ങളെ കൂടെ ഉണ്ട്. അതേപോലെ നമ്മൾ ഡെയിലി ചൊല്ലുന്നത് പോലെ യാ ജബ്ബാർ, യാ മുതകബ്ബിർ, യാ ഖാലിഖ്, ഇത് 33 വട്ടം ചൊല്ലുക. അതേപോലെ പ്രശ്നപരിഹാരത്തിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 206 തവണ യാ ജബ്ബാർ എന്ന തവണ 206 തവണ ചൊല്ലിയിട്ട് നമ്മൾ രാത്രി കിടക്കുക. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ ചൊല്ലാൻ പറ്റും നമ്മൾ ചൊല്ലുക. 206 തവണയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു 3 ഇസ്മുമായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.